ഈ ഖുർആൻ അള്ളാഹു തആല അവതരിപ്പിച്ചത് എന്തിനു വേണ്ടിയാണ്? അത് അള്ളാഹു തന്നെ വിശദീകരിച്ചു. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറക്കുൻ, ബറക്കത്തുള്ള ഈ ഗ്രന്ഥം, കിതാബ് നിനക്ക് അവതരിപ്പിച്ചു തന്നിരിക്കുന്നു. ലിയദ്ദബ്ബറു ആയാതിഹി, അതിലെ ആയത്തുകളെക്കുറിച്ച് അവർ ചിന്തിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി. വലിയ തദക്കറ ഉലുൽ അൽബാബ്. അപ്പോൾ ഖുർആൻ അവതരിപ്പിച്ചതിൻ്റെ അടിസ്ഥാന ലക്ഷ്യം ഇതാണ്. ഖുർആൻ്റെ ആശയങ്ങൾ, അതിനെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുക. തദബ്ബുർ എന്ന് പറഞ്ഞാൽ അറബിയിൽ ഒരു വസ്തുവിൻ്റെ അറ്റം, അതിൻ്റെ പിറകുവശം എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ദുബുർ എന്നുള്ള വാക്ക് ഉപയോഗിക്കും. നമ്മൾ നമസ്കാരത്തെക്കുറിച്ച്, നമസ്കാരത്തിൽ സലാം വീട്ടുന്നതിന് മുമ്പായി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞ ഹദീസുകളിലൊക്കെ ദുബുറ കുല്ലു സ്വലാ, നമസ്കാരത്തിൻ്റെ അവസാനത്തിൽ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുക എന്നാണ് ഹദീസുകൾ വന്നിട്ടുള്ളത്. അപ്പം അതാണ് ഈ വാക്കിൻ്റെ അടിസ്ഥാനപരമായ അർത്ഥം. അപ്പോൾ എന്തുകൊണ്ടാണ് ഖുർആൻ്റെ ആശയങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ തദബ്ബുർ എന്നുള്ള വാക്ക് ഉപയോഗിച്ചത്? ഒരു വാചകം നമ്മൾ വായിച്ചിട്ട് അതിൻ്റെ നേർക്കുനേരെ കാണുന്ന അർത്ഥം, അതിൽ കവിഞ്ഞ, അതിനപ്പുറത്തുള്ള ആ വാചകം ഉൾക്കൊള്ളുന്ന സൂക്ഷ്മമായ അർത്ഥങ്ങൾ പോലും ചിന്തിച്ച് മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക. അതാണ് തദബ്ബുർ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ഖുർആൻ്റെ നേർക്കുനേരെയുള്ള അർത്ഥം പഠിച്ച് മനസ്സിലാക്കുന്നതിനപ്പുറത്ത് ഖുർആനിലെ ഓരോ ആയത്തും എടുത്ത് ആഴത്തിൽ ചിന്തിച്ച് ഇതിലെന്തൊക്കെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്, എത്രമാത്രം ചിന്തിച്ച് ഇതിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കും എന്ന് പരിശ്രമിക്കാനാണ് അല്ലാഹു തആല ഇവിടെ പഠിപ്പിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഖുർആൻ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്.